മ്യാൻമറിലെ പാവങ്ങളായ മനുഷ്യരെ ആരാണ് അകറ്റി നിർത്തിയത്? ബുദ്ധമതത്തിന്റെ പേരിൽ, തഥാഗതന്റെ പേരിൽ, സിദ്ധാർത്ഥന്റെ പേരിൽ, ബോധിവൃക്ഷ ചുവട്ടിൽ ബോധോദയത്തിനു വേണ്ടി കാത്തുനിന്ന, മൗനത്തെ വാചാലമാക്കിയ, നിശബ്ദതയുടെ വിപ്ലവത്തെ സൃഷ്ടിച്ച, സൈലൻസ് ഇസ് ദ റവല്യൂഷൻ എന്ന് ലോകത്തോട് പറഞ്ഞ ബുദ്ധമതത്തിന്റെ പേരിലാണ് ലോകത്തിലെ മനുഷ്യ സഞ്ചയം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് ലോകത്തിലെ മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപമാനമാണ്. മുസ്ലിം യൂത്ത് ലീഗ് ശക്തമായ രോഷം രേഖപ്പെടുത്തുകയാണ്. ടെക്നോളജിയുടെ കാലത്ത്, സാങ്കേതിക വിദ്യ വളർന്ന കാലത്ത് കോഴിക്കോട് പട്ടണത്തിൽ ആയിരക്കണക്കിന് വരുന്ന മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പ്ലക്കാർഡുകൾ ഏന്തി നാളെ കഴിഞ്ഞാൽ കോഴിക്കോടിന്റെ നഗരപ്രാന്തത്തെ, നഗരസഞ്ചയത്തെ പിടിച്ചടക്കാൻ പോവുകയാണ്. ലോകത്തിലെ ഈ മനുഷ്യരോടുള്ള കൂട്ടക്കുരുതിക്ക് നേരെയുള്ള ഞങ്ങളുടെ കണ്ണുനീരിന്റെ ഐക്യദാർഢ്യമാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം മൗനം ഭുജിക്കുന്ന ആളുകളുണ്ട്. ലോകത്തെവിടെയെങ്കിലും ഒരു ഇല വീണാൽ ആ ഇലയുടെ പിന്നിൽ ഒരു തീവ്രവാദിയുടെ ശബ്ദമുണ്ടെങ്കിൽ, ആ തീവ്രവാദം മുസ്ലിം തീവ്രവാദത്തിന്റെ ഭാഷയാണെങ്കിൽ, ഇസ്ലാമിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന, ഇസ്ലാമോഫോബിയയ്ക്കെതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിക്കുന്ന അമേരിക്കയടക്കമുള്ള പാശ്ചാത്യൻ ശക്തികൾ അവരെവിടെയാണ് എന്ന ചോദ്യം യൂത്ത് ലീഗ് ചോദിക്കുകയാണ്. എവിടെ ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഈ സംവിധാനം എന്തിനാണ് ലോകത്ത് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് അറിയാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ രാഷ്ട്രങ്ങൾ മുഴുവൻ അവരുടെ കൺമുന്നിലാണ്, അവരുടെ മൂക്കിനു താഴെയാണ്. ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർ ഇളകമറിയുന്ന കടലുകളിലേക്ക് എടുത്തെറിയപ്പെട്ട് കപ്പിത്താനില്ലാതെ കപ്പലുകളിലേക്ക് അവർ സഞ്ചരിച്ച് എത്രയോ മനുഷ്യരും കുഞ്ഞുമക്കളെയും കടലിൽ പട്ടിണി കിടന്നും മരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോ ലോകത്തിലെ സൂപ്പർ പോലീസ് നോക്കി നിൽക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം നോക്കി നിൽക്കുകയാണ്. അഫ്ഗാന്റെ മലമടക്കുകളിലേക്ക് ടാങ്കറുകളെ പറഞ്ഞയച്ച, അഫ്ഗാന്റെ മലമടക്കിലേക്കും കാബൂളിന്റെ ആകാശങ്ങളിലും നാപ്പാം ബോംബുകളെയും ക്ലസ്റ്റർ ബോംബുകളെയും പ്രക്ഷേപണം ചെയ്ത സാമ്രാജ്യത്തെ അമേരിക്ക എവിടെ എന്ന് മുസ്ലിം യൂത്ത് ലീഗ് ചോദിക്കുകയാണ്. ലോകത്തെ മുഴുവൻ പരിഷ്കരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട, ലോക സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ പിന്മുറക്കാരായ യുണൈറ്റഡ് കിങ്ഡം എവിടെ? ബ്രിട്ടീഷുകാർ എവിടെ? പാശ്ചാത്യ ലോകം ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ ശാക്തിക ചേരികൾ തമ്മിലും രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ തമ്മിലും സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോ മധ്യസ്ഥന്റെ റോളിൽ വരുന്ന യുണൈറ്റഡ് നാഷൻ എവിടെ എന്ന ചോദ്യം മുസ്ലിം യൂത്ത് ലീഗ് ചോദിക്കുകയാണ്. സർവോപരി ബർമ്മ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ഏതു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും പട്ടാള ബൂട്ട്സിന്റെ താഴെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിമാരും ഭരിക്കേണ്ടുന്ന പ്രതിനിധികളും. അത് മ്യാൻമറിന്റെ ദുഃഖമാണ്. പാകിസ്ഥാന്റെ ദുഃഖം പോലെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ബൂട്ട്സിന്റെ ശബ്ദം കേൾക്കാതെ ഭരണാധികാരികൾക്ക് ശ്വാസനിശ്വാസം കഴിയില്ല എന്ന സ്ഥിതിവിശേഷമുണ്ട് മ്യാൻമറിൽ. അവിടെ ഭരിക്കുന്നതാരാണ്? ആങ് സാൻ സൂചി എന്ന് പറയുന്ന ലോകത്തിലെ സമാധാനത്തിന്റെ പ്രവാചകയാണ്. മനുഷ്യക്കുരുതികൾക്കെതിരെ, മനുഷ്യാവകാശത്തിന് വേണ്ടി, മനുഷ്യന്റെ അന്തസ്സിന് വേണ്ടി ലോകത്തിലെ മനുഷ്യ സമൂഹത്തിനിടയിൽ എഴുന്നേറ്റ് നിന്ന വനിതയുടെ പേരാണ് ആങ് സാൻ സൂചി. 15 വർഷക്കാലം തന്റെ വീട്ടുതടങ്കലിൽ അകപ്പെട്ട സൂചി മ്യാൻമറിലുണ്ട്. മിണ്ടിയിട്ടില്ല. ലോകത്തിന്റെ കൗതുകകരമായ ഒരു നീതിയാണിത്. പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ മൗനം ഭൂഷണമാണ്. പീഡിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ സന്തതികളാണെങ്കിൽ മൗനം ഭൂഷണമാണ്. പീഡിപ്പിക്കപ്പെടുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ പിന്നെ നാക്കനക്കാൻ ആളുകൾക്ക് ആലോചിക്കേണ്ടി വരികയാണ്. ഇൻ ദ ഫുട്സ് ഓഫ് ഗാന്ധി എന്നാണ് സൂചിയുടെ പുസ്തകത്തിന്റെ പേര്. ഞാൻ എന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഗാന്ധിജിയുടെ പാദപഥങ്ങളിലാണ്. ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാനായ മഹാത്മാഗാന്ധിയാണ് എന്റെ പ്രേരണ എന്നാണ് സൂചി പറയുന്നത്. പക്ഷേ ആങ് സാൻ സൂചി ഗാന്ധിജിയെ പഠിച്ചിട്ടില്ല. രാജ്യത്തിന്റെ തെരുവോരത്ത് വർഗീയ കലാപങ്ങളിൽ കഴുത്തറുത്തു മാറ്റപ്പെട്ട മനുഷ്യരെ കണ്ടപ്പോ സങ്കടപ്പെട്ട മനുഷ്യന്റെ കഥയാണ് ഗാന്ധിജിയുടെ കഥ എന്ന് പറയുന്നത്. നവഖാലിയുടെ തെരുവോരത്ത് ഹിന്ദുവും മുസൽമാനും പരസ്പരം വർഗീയ കലാപങ്ങളിൽ കൊന്നു തള്ളിയപ്പോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിലേക്ക് പോലും വരാൻ മടിച്ച് തന്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ സന്ദേശം കണ്ണിൽ കണ്ട കരിയില കയ്യിലെടുത്ത് തന്റെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീരിനെ ഈ കരിയിലയിൽ പകർത്തി ആസാദിനും നെഹ്റുവിനും കൂട്ടർക്കും കൊടുത്തേക്കുക എന്ന് പറഞ്ഞ് ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ഇടയിൽ സമാധാനത്തിന്റെ കൈലേസുമായി അവരുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി ഓടി നടന്ന ഗാന്ധിജിയെ മാതൃകയാക്കിയ സൂചി. പക്ഷേ മ്യാൻമറിലെ പാവങ്ങളായ മനുഷ്യരെ എന്താ കാര്യം? വോട്ട് രാഷ്ട്രീയത്തിന്റെ സംഖ്യാശാസ്ത്രമാണ്. ഭൂരിപക്ഷ ന്യൂനപക്ഷത്തിന്റെ സംഖ്യാശാസ്ത്രമാണ്.
4% വരുന്ന മുസ്ലിം സമൂഹത്തെ മ്യാൻമറിൽ സംരക്ഷിച്ചതുകൊണ്ട് അധികാര രാഷ്ട്രീയത്തിന്റെ മധുരം നുണയാൻ ആങ് സാൻ സൂചിക്ക് കഴിയില്ല എന്നതുകൊണ്ടാണ് സൂചി നിശബ്ദമാകുന്നത്. അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. അതിന്റെ പേരിലാണ് ഈ തോന്നിവാസങ്ങൾക്ക് മുമ്പിൽ ഒഴുക്കൻ മട്ടിൽ പ്രതികരണം രേഖപ്പെടുത്തിയത്. 1992 ലോക സമാധാനത്തിനുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കുള്ള നൊബേൽ സമ്മാനം കിട്ടി സൂചിക്ക്. ലോകത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നുണ്ട്, ആങ് സാൻ സൂചി, അങ്ങേക്ക് അന്തസ്സുണ്ടെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ നൊബേൽ സമ്മാനത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ ഈ പുരസ്കാരത്തെ താങ്കൾ തിരിച്ചു കൊടുക്കണമെന്ന് ലോകത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ആവശ്യമാണ്. ഇത്തരം നൊബേൽ സമ്മാനങ്ങൾക്ക് എന്തു മഹത്വമാണ് എന്നും ആലോചിക്കേണ്ടതാണ്. ലോകത്ത് അങ്ങനെ മനുഷ്യ സന്തതികളിൽ അത്തരം ഒരു നൊബേൽ സമ്മാനം കൊടുക്കേണ്ടി വന്നാൽ അത് കൊടുക്കേണ്ടത് ഗാന്ധിജിക്കായിരുന്നു. പക്ഷെ ഗാന്ധിജിക്ക് കിട്ടിയിട്ടില്ല. എന്താ കാര്യം? ഇതൊക്കെ തീരുമാനിക്കുന്ന ജൂറി ഏത് കാലത്തും സാമ്രാജ്യത്വ ശക്തികളാണ്. ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ടെലിവിഷൻ റിയാലിറ്റി ഷോയിലെ ജൂറിമാർ പറയുന്ന പോലെ സംഗതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജിക്ക് വേണ്ടിയുള്ള നൊബേൽ സമ്മാനത്തെ മാറ്റിവെക്കുകയായിരുന്നു. മഹാത്മാഗാന്ധിക്ക് കിട്ടാത്ത നോബൽ സമ്മാനത്തിന് ലോകത്ത് കടലാസിന്റെ വിലയാണ്. നമ്മൾ അതിനെ മാനിക്കുന്നില്ല. സാമ്രാജ്യത്വ ശക്തികൾ, അമേരിക്ക ഉൾപ്പെടുന്ന ലോകത്തിലെ ഗുണ്ട രാഷ്ട്രങ്ങൾക്കും ഗുണ്ട പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഈ പരമാധികാര രാഷ്ട്രത്തിന്റെ പോലീസ് ഭാഷയുണ്ടല്ലോ, ഞങ്ങൾ അതിനെ നിരാകരിക്കുകയാണ്. അമേരിക്ക പോറ്റുന്നത് ആരെയാണ്? ലോകത്തിലെ മുഴുവൻ അധിനിവേശങ്ങൾക്കെതിരെയും പോരാട്ടം നടത്തുന്ന അമേരിക്കയുടെ കളിത്തൊട്ടിലിൽ അന്തിയുറങ്ങുന്നത്, അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താരാട്ടു സംഗീതത്തിൽ സുഖമായി വാഴുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രമാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ, ഒരിക്കലും ലോകത്തിന്റെ ഭൂപടത്തിൽ നിലനിൽക്കാൻ അർഹതയില്ലാത്ത ഒരു രാഷ്ട്രത്തെ എല്ലാ അർത്ഥത്തിലും പാലൂട്ടിയിട്ടാണ് ലോകത്തോട് മനുഷ്യാവകാശത്തെക്കുറിച്ച് അമേരിക്ക പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്ന ആരാന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാടുന്ന ലോകത്തിലെ സൂപ്പർ ഏറ്റവും വലിയ എല്ലനക്കിയായ അമേരിക്ക, ആ എല്ലനക്കിയുടെ ചുറിനക്കിയായ സയനിസ്റ്റ് രാജ്യം, ഈ സയനിസ്റ്റ് രാജ്യങ്ങളുടെയും അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികളുടെയും തിരക്കഥകൾക്കനുസരിച്ച് ുന്ന പാശ്ചാത്യ ലോകങ്ങൾ G8 എന്നൊക്കെ ഓമന പേരിൽ, അല്ല C8 ക്രിസ്ത്യനൈറ്റ് എന്ന് ഞങ്ങൾ മാറ്റി പറയും. അങ്ങനെ ലോകത്തിന്റെ ഗതി ഇങ്ങനെ മാറുമ്പോഴാണ് മ്യാൻമറിൽ ഈ തോന്നിവാസം നടക്കുന്നത്. കുർദുകളെ രക്ഷപ്പെടുത്താനാണ് സദ്ദാമിനെ കൊന്നത്. ഇസ്രായേൽ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിലെ ന്യൂനപക്ഷ സമൂഹമായ കുർദുകളെ സുന്നി വിഭാഗത്തിന്റെ തലവനായ സദ്ദാം ഹുസൈൻ കൊല്ലുകയാണ്. ആദ്യം പറഞ്ഞത് അപകടകരമായ അണുവായുധങ്ങൾ സദ്ദാമിന്റെ കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്നുവെന്നാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആയുധ വിദഗ്ധന്മാരെ പറഞ്ഞയക്കുകയാണ് ഇറാഖിലേക്ക്. ചെന്നപ്പോ ഒന്നും കിട്ടിയില്ല, ഒരോലപ്പടക്കം പോലും കിട്ടിയില്ല. പക്ഷേ സദ്ദാമിനെ വേട്ടയാടണം. രണ്ടാമത് പറഞ്ഞ ന്യായം, കുർദുകൾ എന്ന് പറയുന്ന ന്യൂനപക്ഷ സമൂഹത്തെ വേട്ടയാടുകയാണ് സദ്ദാം. അതുകൊണ്ട് സദ്ദാമിനെ കുരുക്കിലിട്ടതിനു ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് വിശ്രമം. എന്നിട്ട് ലോകത്ത് 25 കൊല്ലക്കാലം ഒരു രാഷ്ട്രത്തിന്റെ അധ്യക്ഷനായി, പ്രസിഡന്റായി, പരമാധികാര രാജ്യത്തിന് നേതൃത്വം കൊടുത്ത ഇറാഖിന്റെ പ്രസിഡന്റിനെ തിക്രീത്തിന്റെ ഗുഹക്കകത്ത് പോയി അമേരിക്കയുടെ പട്ടാളം കൊണ്ടുവരികയാണ്. വേട്ടപ്പട്ടികളെ പിടിക്കുന്ന പോലെ, നായാട്ടിന് പോകുന്ന ആളുകൾ ഇരകളെ പിടിച്ചു കൊണ്ടുപോരുന്ന പോലെയാണ് ലോകത്തിലെ അറബികൾക്കിടയിൽ ആണായി ജനിച്ച സദ്ദാമിനെ തിക്രീത്തിന്റെ ഗുഹയ്ക്കകത്തു നിന്ന് പിടിച്ചു കൊണ്ടുവരുന്നത്. ധീരനായ സദ്ദാം, സാമ്രാജ്യത്വ പോലീസിന്റെ മുമ്പിൽ സല്യൂട്ടടിക്കാൻ കൂട്ടാക്കാത്ത സദ്ദാം, അവരുടെ തോന്നിവാസങ്ങൾക്ക് മുമ്പിൽ ശിരസ് നമിക്കാത്ത സദ്ദാം, ജോർജ് ബുഷിന്റെയും വൈറ്റ് ഹൌസിലെ തമ്പുരാക്കന്മാരുടെയും കാല് നക്കാൻ കൂട്ടാക്കാത്ത സദ്ദാം തിക്രീത്തിന്റെ ഗുഹയിൽ നിന്ന് വരുമ്പോ അമേരിക്കയുടെ ചാര പോലീസ് സദ്ദാമിനോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട സദ്ദാം, നിങ്ങൾക്ക് തിരിച്ചു പോകാം. എവിടേക്ക്? നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക്, നിങ്ങളുടെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാം. മാപ്പ് എന്ന പദം എഴുതുക, അപ്പോളജൈസ് എന്ന വാക്കെഴുതുക. എങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റാകാം. അമേരിക്കയുടെ തോന്നിവാസത്തിന്റെ ഫലമായി ഇറാഖിലെ ബഗ്ദാദിന്റെ പട്ടണത്തിന്റെ അമേരിക്കയുടെ പട്ടാള കോടതി സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ധീരനായ മനുഷ്യനെ കൊന്നുകളഞ്ഞപ്പോ ലോകത്താദ്യമായ ആഹ്ലാദ പ്രകടനം നടത്തിയത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഏറനാട് നിയോജക മണ്ഡലത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യത്തിന്റെ വിശദീകരണ യോഗത്തിൽ അല്പം ലോക്കൽ പൊളിറ്റിക്സും ഞാൻ കൂട്ടാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ആഹ്ലാദ പ്രകടനം ഇറാഖിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ആഹ്ലാദ പ്രകടനം സദ്ദാം ഹുസൈൻ കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിൽ അറിയപ്പെട്ട ആദ്യത്തെ ആഹ്ലാദ പ്രകടനം നടന്നത്
ഇറാഖിലെ ബഗ്ദാദ് പട്ടണത്തിന്റെ തെരുവിലെ ഇറാഖ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ്. മഞ്ചേരിയിലെയും ഏറനാട്ടിലെയും അരീക്കോട്ടെയും മങ്ങാടികളിലെ CPM-ന്റെ ആഫീസുകളിൽ ഇന്നും സദ്ദാമിന്റെ ചിത്രമുണ്ട്. മലപ്പുറം സമ്മേളനത്തിൽ ഇവർ നിരത്തിയത് കൃഷ്ണപിള്ളയെയല്ല, മമ്പുറം തങ്ങളെയാണ്. സഖാബ് മമ്പുറം തങ്ങൾ മലപ്പുറത്തെ CPM-ന്റെ സമ്മേളനത്തിൽ ഈ തെരുവുകളിൽ ഫ്ലക്സ് ബോർഡുകളിൽ പ്രദർശിപ്പിച്ചത് അവർ AKGയെയല്ല, വെളിയങ്കോട്ട ഉമർ ഖാദിയെയാണ്. മലപ്പുറത്തെ ഫ്ലക്സ് ബോർഡുകളിൽ കമ്മ്യൂണിസ്റ്റ് ആചാര്യനും മുജദ്ദിദും ഇമാമും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ മുഴുവൻ ധാരയിലെ മഹാപണ്ഡിതനും ആയ കാൾ മാർക്സിനെയല്ല, പിന്നെയോ സദ്ദാം ഹുസൈനെയാണ്. പക്ഷേ അറിയണേ, സാമ്രാജ്യത്വ വിരോധത്തിന്റെ വാചക കസർത്തുകൾ നടത്തി ഈ തെരുവിൽ അടിഞ്ഞാടുകയും തിമർത്താടുകയും ചെയ്യുന്ന DYFI-കാര മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കോഴിക്കോട്ടെ നഗരത്തിന്റെ തെരുവിലൂടെ പ്ലക്കാർഡുകളേന്തി ഞങ്ങൾ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോ ലോകത്ത് പടഞ്ഞൊടുങ്ങുന്ന മനുഷ്യരുടെ ശബ്ദമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ പിന്നിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അറബിക്കടലിന്റെ അലമാലകളിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത മഹാനായ കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടങ്ങളുടെ പാദപഥങ്ങൾ അടയാളപ്പെട്ട് കിടക്കുന്ന കോഴിക്കോട്ടെ തെരുവിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പുതിയ കാലഘട്ടത്തിലെ അധിനിവേശ വിരുദ്ധത്തിന്റെ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ നടന്നു പോകുമ്പോ ഈ രാഷ്ട്രീയത്തെ ഞങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ മലപ്പുറത്തിന്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടക്കുമ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും സദ്ദാം ഹുസൈനെ സ്ഥാനാർത്ഥിയാക്കിയവർ ഞങ്ങൾ ഈ കാലത്ത് ഓർക്കുകയാണ്. എന്ത് സാമ്രാജ്യത്വം! യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഞങ്ങൾ ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ പ്ലക്കാർഡുകൾ ഉയർത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട DYFI-കാരെ, ബർമയിലെ മ്യാൻമറിലെ പാവങ്ങളായ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് കണ്ണിറയെ കണ്ട് മൗനം ഭുജിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ദത്തുപുത്രി ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. ഏറനാട്ടിലെയും അരീക്കോട്ടെയും KSEB-യുടെ ഓഫീസിൽ ഇന്നും കരിയോയിൽ കൊണ്ട് DYFI-കാർ എഴുതി വെച്ച് ഗോ ബാക്ക് മുദ്രാവാക്യമുണ്ടല്ലോ. അമേരിക്ക ഗോ ബാക്ക്. അരീക്കോട്ട് അമേരിക്കയുണ്ടോ? ഇവിടുത്തെ ചായക്കടയിൽ അമേരിക്കയുണ്ടോ? ഇവിടുത്തെ പഞ്ചായത്തിൽ അമേരിക്കയുടെ സെനറ്റ് മെമ്പറുണ്ടോ? പക്ഷേ DYFI-കാര കേരളത്തിൽ ഒരു അമേരിക്കൻ പ്രതിനിധിയുണ്ട്. അത് മറ്റെവിടെയുമല്ല, അത് കോൺഗ്രസ് ഓഫീസിലല്ല, അത് ലീഗ് ഹൌസിലല്ല, അത് ഇവിടുത്തെ ബൂർഷ രാഷ്ട്രീയ പാർട്ടി എന്ന് നിങ്ങൾ ആരോപിക്കുന്നവരുടെ ആസ്ഥാനങ്ങളിലല്ല. പിന്നെയോ ഇരട്ട ചങ്കുള്ള പിണറായിയുടെ ഫയലുകൾ ഒപ്പിട്ട് കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ദത്തുപുത്രിയാണ് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആരോപിക്കുകയാണ്. ഞങ്ങൾ ഈ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നടത്തുന്നത് ഇന്നലകളിലെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളെ നെഞ്ചേറ്റിയാണ്. ഞങ്ങൾ ഈ പോരാട്ടത്തിന്റെ വഴിധാരകളിലാണ്. യാസർ അറഫാത്തിന് പിന്തുണ നടത്തി ഞങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിന്റെ തെരുവുകൾക്ക് പരിചിതമാണ്. അഫ്ഗാന്റെ തെരുവുകളിലേക്ക് റഷ്യൻ ശങ്കരടി സോവിയറ്റ് റഷ്യയുടെ സാമ്രാജ്യത്തിന്റെ സകലമാന സംവിധാനങ്ങളുമായി വന്നപ്പോ ഒറ്റുകാരനായി മുന്നിൽ നിന്ന് ഡോക്ടർ നജീബുള്ളക്കെതിരെ ഈ തെരുവുകളിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രകടനം നടത്തി. റഷ്യൻ ശങ്കരടി അഫ്ഗാൻ വിടുക എന്ന് പറഞ്ഞ് നടന്നിയ പോരാട്ടങ്ങളിൽ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയാണ് സോവിയറ്റ് സാമ്രാജ്യം വന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്തോ, അതേ തോന്നിവാസങ്ങൾ അതേ നാണയത്തിന്റെ മറുവശമായി സോവിയറ്റ് സാമ്രാജ്യത്വവും ചെയ്തു എന്നുള്ളത് ലോകത്ത് ഇന്ന് നാം കേൾക്കുന്ന ശബ്ദമാണ്. ആരാണ് അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിന്റെ തലപ്പത്ത് ലോക പോലീസിന്റെ കുപ്പായമിട്ട് ഡൊണാൾഡ് ട്രംപ്, അന്തർദേശീയ അധ്യക്ഷൻ ഡൊണാൾഡ് ട്രംപ്, ദേശീയ അധ്യക്ഷൻ നരേന്ദ്രമോദി. കയ്യിലിരിപ്പ് കൊണ്ട് ഇവരുടെ പേര് നമുക്ക് മാറ്റി പറയാം, ഡൊണാൾഡ് മോദി എന്നും നരേന്ദ്ര ട്രംപ് എന്നും. രണ്ടുപേരുടെയും ഭാഷ ഒന്നാണ്, രണ്ടുപേരുടെയും ശൈലി ഒന്നാണ്, രണ്ടുപേരും നടത്തുന്ന ക്യാമ്പയിൻ ഒന്നാണ്. ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഞാൻ ജയിച്ചാൽ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ കെട്ടുകെട്ടിക്കുമെന്ന ജനോസൈഡിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന നരേന്ദ്രമോദി, ഞാൻ പ്രസിഡന്റായാൽ അമേരിക്കയുടെ ഫെഡറൽ സ്റ്റേറ്റുകളിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ തൂക്കിയെറിയുമെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയ ഡൊണാൾഡ് ട്രംപ്. ആ ട്രംപിനെ അധികാരത്തിലേറ്റാൻ ലോകത്ത് നടന്ന ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണെന്നറിയുമോ? കമ്മ്യൂണിസ്റ്റുകാരാ. നിങ്ങളുടെ അവശിഷ്ട സോവിയറ്റ് റഷ്യയുടെ തലവനായ വ്ളാഡിമിർ പുടിനാണ്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ മുസ്ലിം വിരുദ്ധ പ്രസിഡന്റിന് വൈറ്റ് ഹൌസിന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് വിരൽ ചൂണ്ടിയത്
കമ്മ്യൂണിസത്തെ അവശിഷ്ട കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ തലവനായ വ്ളാഡിമിർ പുടിനാണ്. അതിനെന്തൊക്കെ ചെയ്തു? ഹിലാരി ക്ലിന്റന്റെ ജിമെയിൽ പൊട്ടിച്ചു, മെയിൽ സന്ദേശങ്ങളെ പൊട്ടിച്ചു. എന്നിട്ട് അല്പമെങ്കിലും മുസ്ലിം സമൂഹത്തോട് അനുകൂലമായ നയം, ഒന്ന് ചിരിച്ചു കൊല്ലുന്നതാണെങ്കിൽ, ഒന്ന് നക്കിക്കൊല്ലുന്നതാണെങ്കിൽ, മറ്റേത് ഞെക്കിക്കൊല്ലുന്നതാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഞെക്കിക്കൊല്ലുന്നതിന്റെ അസ്വസ്ഥതയിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോഴുള്ള വിശേഷം. അമേരിക്കൻ സമൂഹം ഏതൊക്കെ ഭാഷയിൽ സംസാരിച്ചാലും ലോകത്തിന്റെ ദേശരാഷ്ട്രങ്ങളുടെ ഗതികൾ മാറുകയാണ്. രാജഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലെ യുഗത്തിലേക്ക് മാറിയ ലോകം പുതിയ സംഘർഷത്തിലേക്ക് പോവുകയാണ് എന്ന് മ്യാൻമറിന്റെ പ്രശ്നത്തെ ഞങ്ങൾ മുന്നിൽ വെച്ച് പറയും. എന്ന് പറഞ്ഞാൽ ദേശത്തിന്റെ അതിർത്തി വരച്ച് ദേശത്തിന്റെ പൂജ നടത്താൻ ലോകത്തോട് ആഹ്വാനം ചെയ്യുന്ന ഒരു ലോകഗതി നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? സിനിമ കാണുന്നതിന്റെ മുമ്പ് ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്, എന്നിട്ട് ദേശീയ ഗാനം ചെല്ല്. ദേശീയ ഗാനത്തോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനമാണ്. പക്ഷേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദേശഭക്തിയുടെ തീവ്രവാദമുണ്ടല്ലോ, ആ തീവ്രവാദത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ് എന്ന് പറയാൻ കൂടിയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കോഴിക്കോട് ഒത്തുചേരുന്നത്. ഞങ്ങളുടെ ദേശമെന്ന് പറയുന്നത് മനുഷ്യവംശത്തിന്റെ ദേശമാണ്. ഞങ്ങളുടെ അതിർത്തി എന്ന് പറയുന്നത് മനുഷ്യവംശത്തിന്റെ അതിർത്തിയാണ് എന്ന് യൂത്ത് ലീഗ് കോഴിക്കോട് നഗരത്തിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഓണത്തിനിടയിൽ ഒരു പുട്ടുകച്ചവടം എന്ന് തോന്നരുതേ. ദേശം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ തോന്നിവാസം രാജ്യത്തെ സംഘർഷമരിതമാക്കുമ്പോ സംസ്ഥാനം ഭരിക്കുന്ന ചോട്ടാ മോഡി പിണറായി വിജയന്റെ തലതിരിഞ്ഞ നയങ്ങൾ ജനങ്ങളെ ഭിക്ഷക്കാരാക്കുമ്പോ രണ്ടും ഫലത്തിലൊന്നാണ്. ഒന്ന്, നോട്ട് മാറാൻ വേണ്ടി ജനങ്ങൾ ATMന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നു. 125 കോടി ജനങ്ങളെ രാജ്യത്തിന്റെ തെരുവിൽ ഭിക്ഷക്കാരാക്കുന്ന നരേന്ദ്രമോദി എന്ന ധിക്കാരിയായ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നു. മറ്റേതോ 3.5 കോടി വരുന്ന മലയാളിയെ റേഷൻ കടയുടെ മുമ്പിലും ക്യൂ നിർത്തുന്നു. സംസ്ഥാനത്തിലെ ജനങ്ങളെ ഭിക്ഷക്കാരാക്കുന്ന ചോട്ടാമോഡി രാജ്യത്തിലെ 125 കോടി ജനങ്ങളെ ദേശസാൽകൃത ബാങ്കിന്റെ മുമ്പിൽ ഭിക്ഷക്കാരാക്കുന്ന ബഡാമോഡി. അങ്ങനെ ബഡാമോഡിയും ചോട്ടാമോഡിയും രാജ്യം ഭരിക്കുമ്പോ ഞങ്ങൾ വിശ്രമിച്ചിട്ടില്ല. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ഈ തെരുവിലുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം രാഷ്ട്രീയത്തിന്റെ തീവ്രവാദ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആഴ്ചയിൽ 2 പോസ്റ്റർ ഒട്ടിക്കുന്ന സംഘടനകളുടെ പോസ്റ്ററൊന്നും ഞങ്ങൾ ഇവിടെ കാണുന്നില്ല. എവിടെ സൂടാപ്പിക്കാരാ നിങ്ങൾ? ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. NIUയുടെയും UAPAയുടെയും അക്ഷരങ്ങൾ കോയയുടെ ഗുണ്ടപ്പടയെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ മുസ്ലിം ലീഗിനൊന്നും മറക്കാനില്ല. ജയിലുകളെയും കയ്യാമങ്ങളെയും കണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ 7 പതിറ്റാണ്ടിന്റെ കൊടുങ്കാറ്റുകളെ അതിജീവിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞങ്ങളുടെ പിറവി തന്നെ സംഘർഷത്തിലേക്കാണ്. മുസ്ലിം ലീഗ് ആത്മസംയമനത്തിന്റെ താരാട്ട് തൊട്ടിൽ കടന്നുറങ്ങാണ്. അധികാര രാഷ്ട്രീയത്തിന്റെ അലസ്യത്തിലാണ്. ഞങ്ങളൊക്കെ വളരെ വലിയ പോരാളികളും വലിയ വലിയ ജിഹാദികളുമാണ്. ഇവരൊക്കെ അധികാര രാഷ്ട്രീയത്തിന്റെ അകത്തളങ്ങളിലെ ഈയാം പാറ്റകളാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരെ നിങ്ങൾക്ക് ലീഗിന്റെ ചരിത്രം അറിയാഞ്ഞിട്ടാണ്. നരേന്ദ്രമോദിയുടെ കാലത്തും ആരാണ് മ്യാൻമറിൽ? ആരാണ്? സംഘ് പരിവാർ സംഘടനയുടെ ഫ്രാഞ്ചൈസിയാണ്. സംഘ് പരിവാർ സംഘടനയുടെ ഫ്രാഞ്ചൈസിയാണ് 969 എന്ന് പറയുന്ന മ്യാൻമറിലെ തീവ്രവാദ സംഘടന. അതുകൊണ്ടാണ് മോഡി മിണ്ടാത്തത്. അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നുപോകാൻ ന്യൂനപക്ഷ സമൂഹത്തെ ശത്രുതയുടെ പട്ടികയിൽ നിർത്തുക, പ്രതിപട്ടികയിൽ നിർത്തി ഒരു സമൂഹത്തിനെതിരെയുള്ള അന്ധമായ പോരാട്ടം നടത്തുക. രാജ്യത്തിലെ സംഘ് പരിവാറിന്റെ വർക്കാണിത്. എന്താണ് മ്യാൻമറിലെ മനുഷ്യരെ കുടിയിറക്കാൻ അവിടുത്തെ ബുദ്ധ തീവ്രവാദികൾ പറയുന്നത്? രാജ്യത്തിലെ സംഘ് പരിവാറുകാരൻ പറയുന്ന അതേ വാക്കുകൾ. അക്ഷരങ്ങൾ വിടുന്നില്ല, ഭാഷ മാറുന്നില്ല, ശൈലി മാറുന്നില്ല, വികാരം മാറുന്നില്ല, ഒരേ ശൈലിയാണ്. എന്താണ് അവർ പറയുന്നത്? മ്യാൻമറിലെ മുസ്ലിം സമൂഹം റോഹിംഗ്യക്കാർ പന്നികളെ പോലെ പെറ്റുകൂട്ടുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ച്, കേരളത്തിലെ സംഘപരിവാർ മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞ ഈ ഡയലോഗ് അവിടുന്ന് ഇങ്ങോട്ട് വായിച്ചു പറഞ്ഞാണോ അതോ ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചു പറഞ്ഞാണോ എന്നുള്ളതാണ്. അത് മാത്രമേ ഞങ്ങൾക്ക് സംശയമുള്ളൂ. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങളെ നിങ്ങൾ പേര് നിർത്തണം എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ഭാഷയുണ്ടല്ലോ, അതേ ഭാഷയാണ് മ്യാൻമറിലെ ബുദ്ധ തീവ്രവാദികളും സംസാരിക്കുന്നത്. ആങ് സാൻ സൂചി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിയാകാൻ പറ്റൂല. എന്താ കാര്യം? കെട്ടിയോൻ
ആങ് സാൻ സൂചിയുടെ ഭർത്താവ് പാശ്ചാത്യനാണ്, ഇംഗ്ലീഷുകാരനാണ്. വെള്ളക്കാരനായ കെട്ടിയോൻ ഉണ്ടായതുകൊണ്ട് മ്യാൻമറിന്റെ ഭരണഘടന പ്രകാരം അവർക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല. എന്താണ് അവിടുത്തെ പൗരത്വ നിയമം? മ്യാൻമറിലെ റോഹിംഗ്യക്കാരായ മനുഷ്യർക്ക് അവർക്ക് വോട്ടവകാശമില്ല, രാജ്യത്തിന്റെ വിഭവങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയില്ല, അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയില്ല, എന്തിന് കുടുംബ ബന്ധങ്ങൾ പോലും സ്ഥാപിക്കാൻ അവർക്ക് കഴിയില്ല. അതാണ് മ്യാൻമറിന്റെ നിയമം എന്ന് പറയുന്നത്. 1962 പൗരത്വ നിയമമാണ് ഈ തോന്നിവാസത്തിന് അവർ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. എന്താണ് പൗരത്വ നിയമം? 1800 കൊല്ലക്കാലം മ്യാൻമറിലെ ജനങ്ങൾ ജീവിച്ച ഒരാൾ പൗരത്വത്തിന് അപേക്ഷിക്കുമ്പോ അവന്റെ 100 തലമുറയുടെ പൈതൃകത്തെ അധികൃതരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ പൗരത്വത്തിന്റെ രേഖ കിട്ടൂല. രാജ്യത്ത് നടക്കുന്നതും അങ്ങനെയാണ്. ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തെ മുഴുവൻ രാജ്യത്തോടുള്ള കൂറ് പരിശോധിക്കാൻ കൂറോമീറ്റർ വെച്ചളക്കുന്ന രാജ്യത്തിലെ സംഘപരിവാരമുണ്ടല്ലോ, അതേ സംഘപരിവാരത്തിന്റെ ഭാഷയിലാണ് മ്യാൻമറിലെയും തീവ്രവാദികൾ സംസാരിക്കുന്നത്. ഞങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് ഈ പോരാട്ടം നടത്തുമ്പോ, ലോകത്തിലെ മനുഷ്യരോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഈ പ്രഖ്യാപനം നടത്തുമ്പോ, അമേരിക്കയിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് അഫ്ഗാനിലെ തീവ്രവാദികളിൽ നിന്ന് അഫ്ഗാൻ ജനതയെ രക്ഷിക്കാനിറങ്ങിയ അമേരിക്ക, ഇറാഖിലെ കുർദുകളായ ന്യൂനപക്ഷങ്ങളെ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന പോക്കിരിയിൽ നിന്ന് രക്ഷിക്കാനിറങ്ങിയ അമേരിക്ക, പട്ടാള ഭരണകൂടത്തെ സ്ഥാപിച്ച് രാജ്യത്തിന് 25 കൊല്ലക്കാലം നേതൃത്വം കൊടുത്ത ഒരു പ്രസിഡന്റിനെ നിർലജ്ജം തൂക്കിക്കൊല്ലാൻ ഇറങ്ങിപ്പുറപ്പെട്ട അമേരിക്കയെ നമ്മൾ കാണുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളിൽ GCC എന്ന് പറയുന്ന മുഴുവൻ ഗൾഫ് കൺട്രീസിലും അമേരിക്കയുടെ പട്ടാള ബാരക്കുകളുണ്ട്. അമേരിക്കയുടെ പട്ടാള ബാരക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇരിക്കുന്ന പ്രവാസികൾക്കറിയാം, ആ പ്രദേശം അമേരിക്കയാണ്. ഖത്തറിലെ അമേരിക്കൻ പട്ടാളത്തിന്റെ ബാരക്കുള്ള ആ പ്രദേശം അമേരിക്കൻ ഭൂപടത്തിലെ ഭൂമിയാണ്. ഖത്തറിലെ ഷെയ്ഖിന് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. അമേരിക്കയുടെ പട്ടാള ക്യാമ്പിനകത്ത് വിമാനത്താവളമാണ്. ചാർട്ടർ ചെയ്ത വിമാനങ്ങൾ അവിടെ വന്നിറങ്ങും. അവിടെ ഇന്റർനാഷണൽ ടെർമിനലിന്റെ പരമാധികാര രാഷ്ട്രത്തിന്റെ അതിർത്തികളിലേക്ക് കടന്നു വരുമ്പോ ഉണ്ടാകേണ്ടുന്ന പരിശോധനകളൊന്നും ഈ പട്ടാള ബാരക്കുകളിലില്ല. എന്തിനാ വന്നത്? പണ്ട് വന്നതാണ്. സദ്ദാം ഹുസൈന്റെ പോക്കിരിത്തരത്തിന്റെ വെളിപാട് കേട്ടപ്പോ വന്നതാണ്. ഇന്ന് വരെ അവർ തിരിച്ചു പോയിട്ടില്ല. പക്ഷെ അവർ വരുന്നില്ല മ്യാൻമറിലേക്ക്. യൂത്ത് ലീഗ് ചോദിക്കുകയാണ്, ലോകത്തിന്റെ മനസാക്ഷിയോട് ഞങ്ങൾ ഈ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ലേ ഈ തോന്നിവാസം? നിങ്ങൾ കാണുന്നില്ലേ ഈ ഗുണ്ടായിസം? ബി വോയിസ് ഫോർ വോയിസ്ലെസ്. ശബ്ദം നിഷേധിക്കപ്പെട്ടവരുടെ ശബ്ദമാവുക. മ്യാൻമറിന് വേണ്ടി ശബ്ദിക്കാൻ ആങ് സാൻ സൂചിയില്ല. മഹാത്മാഗാന്ധിയാണ് എന്റെ പ്രവാചകൻ എന്ന് പറയുന്ന സൂചി നിശബ്ദതയിലാണ്. മ്യാൻമറിന് വേണ്ടി ശബ്ദിക്കാൻ ഐക്യരാഷ്ട്ര സഭയില്ല. മ്യാൻമറിന് വേണ്ടി ശബ്ദിക്കാൻ സാമ്രാജ്യത്വ രാജ്യങ്ങളില്ല. മ്യാൻമറിന് വേണ്ടി ശബ്ദിക്കാൻ ലോകത്തിലെ യൂണിസെഫിനെ നമ്മൾ കാണുന്നില്ല. കുഞ്ഞുമക്കളെ ഇളനീര് ചെത്തുന്ന പോലെ ഛേദിച്ചു കളയുമ്പോ ഐക്യരാഷ്ട്ര സഭയുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിന്റെ സംഘടനയാണ് യൂണിസെഫിനെ നമ്മൾ കാണുന്നില്ല. ലോകത്തിലെ അന്താരാഷ്ട്ര വേദികളൊന്നും അവിടെ ആഗമനം ചെയ്യുന്നില്ല. ഇന്ത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. അറേബ്യൻ ഷെയ്ഖുമാരും മിണ്ടുന്നില്ല. ലോകം നിശബ്ദതയിലാണ്ട് കിടക്കുമ്പോ പാവങ്ങളായ ആ മനുഷ്യർക്ക് വേണ്ടി ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ സ്വരമുയർത്താൻ കോഴിക്കോട്ടെ തെരുവിൽ ഞങ്ങൾ ഒത്തുകൂടുകയാണ്. ഞങ്ങളൊരു പോരാട്ടത്തിന്റെ പിന്തുടർച്ചയാണ്. ഞങ്ങൾ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകാലം കേരളത്തിന്റെ തെരുവിൽ ഇസ്രായേൽ പട്ടാളം പലസ്തീനികളുടെ അവകാശം നിഷേധിച്ചപ്പോ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ സദ്ദാം ഹുസൈനെ പിന്തുണച്ച പോലെ, അഫ്ഗാൻ ജനതയെ പിന്തുണച്ച പോലെ യാസർ അറഫാത്തിന് ഞങ്ങൾ ഐക്യദാർഢ്യത്തിന്റെ പിന്തുണ മാത്രമല്ല, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി പഞ്ചായത്ത് മെമ്പർ പോലും കിനാബ് കാണണ്ടട എന്നീ രാജ്യത്തിലെ ചരിത്രകാരന്മാർ പ്രവചിച്ചപ്പോ, ഇന്ത്യ രാജ്യത്തിലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അകത്തിരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ അവസരം കിട്ടിയപ്പോ ഞങ്ങൾ ടൂർ പോകാനല്ല ശ്രമിച്ചത്, കറങ്ങി നടക്കുകയായിരുന്നില്ല. ലോകത്തിലെ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ചെന്നു. വെറും MP ആയി മഞ്ചേരിയുടെ പ്രതിനിധിയായി പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് നമ്മുടെ വോട്ട് വാങ്ങിപ്പോയതാണ്. രാജ്യത്തിന്റെ കലാപഭൂമിയിലൊക്കെ അഹമ്മദ് സാഹിബ് ചെന്നു. രാജ്യത്തിന്റെ കലാപഭൂമിയിൽ ചെല്ലാൻ ആരുടെയും അനുവാദം വേണ്ട. ലോകത്തിന്റെ കലാപഭൂമിയിലും ഞങ്ങൾ ചെന്നു. അമേരിക്കയുടെ, ഇസ്രായേലിന്റെ, അമേരിക്കയുടെ പ്രിയപ്പെട്ട അവരുടെ എല്ലാ ഓസാരത്തോടെയും കൂടി തോന്നിവാസം നടത്തുന്ന
പലസ്തീനിലെ സയനിസ്റ്റ് ഗുണ്ടകളോട് പോരടിച്ചു നിൽക്കുന്ന യാസർ അറഫാത്ത്. ഈ പ്രശ്നങ്ങളൊക്കെ മുസ്ലിം പ്രശ്നങ്ങളാണ് എന്ന് കരുതല്ലേ. അങ്ങനെ കരുതുകയും വിചാരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരം സമരങ്ങളൊക്കെ നടത്തുന്നത് മുസ്ലിം ഇഷ്യൂ ആണ് എന്ന് പറയുന്നവരെ, ഞങ്ങൾക്കിത് മുസ്ലിം ഇഷ്യൂ അല്ല, ഞങ്ങൾക്കിത് ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രശ്നമാണ്, ഞങ്ങൾക്കിത് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്. പലസ്തീനിലെ പ്രശ്നം എങ്ങനെയാണ് മുസ്ലിം പ്രശ്നമാവുക? റോഹിംഗ്യയിലെ പ്രശ്നം എങ്ങനെയാണ് മുസ്ലിം പ്രശ്നമാവുക? ജനിച്ചു വീണ നാട്ടിൽ നിന്ന് ജനിച്ചു വീണ പൗരന്മാരെ മുഴുവൻ ആട്ടിയോടിച്ച് മറ്റൊരു കൂട്ടർ വന്ന് ഈ രാജ്യം ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലോക ഭൂപടത്തിലെ അക്ഷരത്തെറ്റിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുമ്പോ അവർക്കെതിരെയുള്ള പലസ്തീനികളുടെ പോരാട്ടം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ജിഹാദല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇന്ത്യ രാജ്യത്ത് നടന്ന സ്വാതന്ത്ര്യ പോരാട്ടം പോലെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനിച്ചു വീണ മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ പോരാടുമ്പോ യാസർ അറഫാത്തിന്റെ കൈകൾ പിടിച്ച് ഇന്ത്യ രാജ്യത്തിലെ കോടാനുകോടി വരുന്ന മനുഷ്യരുടെ പിന്തുണയുണ്ട് മിസ്റ്റർ അറഫാത്ത്. നിങ്ങളുടെ PLO പലസ്തീൻ അതോറിറ്റിക്ക്, നിങ്ങളുടെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന് ഇന്ത്യ രാജ്യത്തിന്റെ പിന്തുണ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പിന്തുണയല്ല കേട്ടോ. ഗാന്ധിജിയുടെ ഇന്ത്യ, നെഹ്റുവിന്റെ ഇന്ത്യ, ഈ രാജ്യത്തിന്റെ സമന്വയ സംസ്കാരത്തിന്റെ പാരമ്പര്യമുണ്ടല്ലോ, ആ പാരമ്പര്യത്തിന് പലസ്തീനിലെ യാസർ അറഫാത്തിന് പിന്തുണയുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. അരീക്കോട്ട അങ്ങാടിയിൽ EMSനെയും പലസ്തീനിലെ PLOയുടെ നേതാവ് യാസർ അറഫാത്തിനെയും വെച്ച ഫോട്ടോ ഞങ്ങൾ കണ്ടതാണ്. അതൊക്കെ ഫോട്ടോഷോപ്പുകാരന്റെ കാരുണ്യമാണ്. ഫോട്ടോഷോപ്പുകാരന്റെ കാരുണ്യത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റാം. കൊല്ലം ജില്ലയിൽ പോകുമ്പോ EMSന്റെ കൂടെ അതേ ഫോട്ടോയിൽ നമുക്ക് ജാതിയില്ല എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ